നമ്മുടെയൊക്കെ വീട്ടിലെ ഏത്തപ്പഴം വാങ്ങുമ്പോൾ മിക്കവാറും അതിൻ്റെ തൊലി പെട്ടെന്ന് കറുത്തു പോകും അല്ലേ. അങ്ങനെ തൊലി കറുത്ത പഴം ഇവിടെ പിള്ളേരൊന്നും കഴിക്കൂല കേട്ടോ. എനിക്കും എടുക്കാനും മടിയാണ്. പക്ഷെ കളയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, തൊലി കറുത്തെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പഴം ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആവശ്യത്തിന് ഒരു നുള്ള് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ കുറേശ്ശെ നെയ്യും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പഴത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതിൽ നമ്മൾ ചേർത്ത റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് നെയ്യ് ഇങ്ങനെ പുറത്ത് വരുന്ന ഒരു സ്റ്റേജ് ആകും. ഇപ്പോൾ ശരിക്കും ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കാഷ്യൂം ബദാമും കൂടി ചെറുതായി കട്ട് ചെയ്ത് ആ നെയ്യിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ നെയ്യ് എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൽ നിന്ന് തന്നെ വന്ന നെയ്യിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. കാഷ്യൂം ബദാമൊക്കെ നല്ലതുപോലെ റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇതിൽ ഞാൻ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൽ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഇപ്പം കാഷ്യൂം ബദാമും പഴമൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എല്ലാം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ളും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കാഷ്യൂം ബദാമും വെളുത്ത എള്ളുമൊക്കെ ഈ പഴത്തിൻ്റെ മിക്സിൽ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിതാ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നെയ്യൊക്കെ നല്ലതുപോലെ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കഴിക്കാം. ചൂടോടുകൂടിയും കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി റെസിപ്പി അല്ലേ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.